ഹായ് ഹലോ നമസ്കാരം. അന്യൂസ് കിച്ചൺ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഡാൻസ് റിഹേഴ്സലായിട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പേ ഒരു കാര്യം പറഞ്ഞിട്ട്, ഇത് കുറച്ച് വൈകിയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് നവരാത്രി ടൈം നമ്മളിവിടെ ഒരു ഡാൻഡിയ നൈറ്റ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള റിഹേഴ്സലാണ്, അതായത് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള റിഹേഴ്സലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഡാൻഡിയ നൈറ്റിലെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇത് ഡാൻഡിയ നൈറ്റിന് വേണ്ടി പോകാൻ പോവുകയാണ്. അപ്പോൾ ലിഫ്റ്റിൽ നിന്ന് ഞാൻ എടുത്തൊരു ഷോർട്ട് വീഡിയോ ആണിത്. അപ്പോൾ എൻ്റെ കൂടെ ആരൊക്കെയുള്ളതെന്ന് ഇപ്പം തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതെ, എൻ്റെ 2 ഫ്രണ്ട്സും എൻ്റെ കൂടെയുണ്ട്. ഒന്ന് ബോനക്കിയും ഒന്ന് നമ്മളെ മീനുക്കുട്ടിയും. അപ്പോൾ ഇതാ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് താഴെ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കാൻ അവിടെ ഫോട്ടോ സെക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടിയാണ് ഡാൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ ആരൊക്കെയാണ് ഡാൻസ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ലുക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ടീം ഡാൻസ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ആൾക്കാരെല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ നമ്മളത് തന്നെയാണ് ഫസ്റ്റ് പെർഫോമൻസ്. ഇതെവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലുക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. कब से इंतजार था इन खुशियों के लिए, कब से बेकरार था हीरे मेरी നമ്മൾ ഈ പെർഫോമൻസിന് ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് കേട്ടോ. ഒരു അമ്മയും മോള് ഈ ഡാൻസ് ഗ്രൂപ്പിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ആരാന്ന് മനസ്സിലായോ? ആ വൈറ്റ് സൽവാറും ബ്ലൂ സൽവാറുമാണ് കേട്ടോ ആൾക്കാർ. അതൊരു പ്രത്യേകിച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ മൂമെൻറ്റും കൂടിയല്ലേ, അമ്മക്കും മോക്കും ഒരുമിച്ച് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഭാഗ്യം കൂടി, അതായത് ആ ഒരു അമ്മേൻ്റെയും മോളെയും കൂടി പെർഫോം ചെയ്യാനുള്ള ഭാഗ്യം നമുക്കും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു അവരുടെ സ്പെഷ്യൽ മൂമെൻറ്റിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കൂടി. मेरे दिल के लिफाफे में तेरा खत है जानिया, कसम से सोना सोना इतना भी कैसे तू सोना, बेमाई मेरा कितने नहीं हो दिल लगना, तेरे सा मेरे दिल पिपल पटियां बाही चूड़ा खनके, मैं फकीर तेरे गुर्बत का तुझसे तू मांगू रे, तू श्रृंगार मेरा तू है माई गया वे, तेरे लिए दुआ मंगदा, मैं जिथे जिथे जाहिर संग तेरा परछावा मंगदा, जो जग से कहा ना जाए बस तुझसे कहना जी, कोशिशों में करिए तुझको भूल न पाऊं, और तक जाऊंगा इस मंजर को इस पल को भूल. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ഡാൻസ്? അടിപൊളിയാണോ? നിങ്ങൾ 3 സെറ്റായിട്ട് കണ്ടില്ലേ ഡാൻസ്? അത് ആക്ച്വലി എഡിറ്റ് ചെയ്തതല്ല കേട്ടോ. നമ്മളെ കൊണ്ട് 3 പ്രാവശ്യം അവർ ഡാൻസ് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 3 പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടെന്ന് വിചാരിച്ചിട്ട് 3 ഒരുമിച്ചിട്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ സിനിമാറ്റിക് മോഡിൽ ഓൺ ചെയ്തിട്ട് കേട്ടോ ക്യാമറ പോയിട്ടുണ്ടായത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പോകുന്നതിൻ്റെ നടുക്ക് ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ട് നമ്മളെ ഫോക്കസ് ഔട്ടായിട്ടാണ് വീഡിയോയിൽ ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ വെച്ചപ്പോൾ 3 കൂടി ഒരുമിച്ച് കാണുമ്പോൾ ചില ഇതിൽ നല്ല ഫോക്കസ് ആയിട്ടുണ്ടായിരുന്നു, ചില ഇതിൽ ഫോക്കസ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് 3 കൂടി കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, അതുകൊണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തത്. അങ്ങനെ നമ്മളെ പെർഫോമൻസിന് ശേഷം പിന്നെയും കുറേ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഡാൻഡിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിന് ശേഷമുള്ള പെർഫോമൻസ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം വീണ്ടും നമ്മളെ തന്നെയാണ് കേട്ടോ പെർഫോം ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ് ആയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു നമ്മൾ 3 പെർഫോമൻസും. അപ്പോൾ ഇനി അതിനുശേഷം നമുക്ക് അടുത്ത പെർഫോമൻസ് കണ്ടുകളയാം.
Very nice, but still some more mistakes. Relax yourself. We'll call you after 30 minutes to correct the mistakes. All can drink water, juice. Relax. Remember the steps. We'll call you whenever we have time. അതായത് നമ്മൾ ആങ്കർ പറഞ്ഞത് നമ്മൾ തെറ്റിച്ച് കളിച്ചോണ്ടാണ് നമ്മൾ രണ്ടാമത് വിളിപ്പിച്ചതെന്നാണ്. അതുകൊണ്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇരിക്കുമ്പോഴേക്ക് അടുത്തത് രണ്ടാമതും വിളിപ്പിക്കും, ഒന്നും കൂടി ശരിയാക്കി കളിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ആക്കി വിട്ടയാളെന്ന് ചുരുക്കം. അപ്പോൾ അതിനുശേഷം ഇതാ കുട്ടികളെ പ്രോഗ്രാമും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, ഡാൻഡി ഡാൻസ്. അവരുടെ പ്രോഗ്രാമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. तुझको भूल न पाऊं और तक जाऊंगा इस मंजर को, इस पल को भूल ना पाऊंगा. സത്യം പറഞ്ഞാൽ ഇനി ജീവിതത്തിൽ സിനിമാറ്റിക് മോഡിൽ ഞാൻ വീഡിയോ എടുക്കില്ല എന്ന് തീരുമാനിച്ച് പോയൊരു വീഡിയോയും കൂടിയാട്ടോ ഇത്. കാരണം ഇതുപോലെ ഫോക്കസ് ഔട്ടായിട്ട് എനിക്ക് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. സിനിമാറ്റിക് വീഡിയോ എടുക്കുമ്പോൾ ആൾ സത്യം പറഞ്ഞാൽ കയ്യിൽ ക്യാമറയുള്ളപ്പോൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു വലിയ പാഠം ഞാൻ ഇതിൻ്റെ അകത്ത് പഠിച്ചിരിക്കുന്നു. കാരണം നമുക്ക് ഫോക്കസ് കൊടുത്തുകൊണ്ടേ ഇരിക്കാമല്ലോ കയ്യിൽ തന്നെ ക്യാമറ ഉണ്ടെങ്കിൽ. ഇത് ഞാൻ ട്രൈപോഡിൽ വെച്ചിട്ട് പോവുക ചെയ്തിട്ടുണ്ടായത്. പക്ഷേ അതുകൊണ്ട് തന്നെ ആൾക്കാർ ക്രോസ് ചെയ്യുമ്പോൾ ഒക്കെ ഫോക്കസ് ഔട്ടായിട്ട് നിൽക്കുക ഉണ്ടായത്. അതാണ് ഈ വീഡിയോസൊക്കെ ഇങ്ങനെയുള്ളത് കേട്ടോ. അതിന് ഞാനൊരു സോറി പറയുകയാണ്. പക്ഷേ ഇത്രയും വലിയൊരു പണി കിട്ടും ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ വീഡിയോസ് ഇതുപോലെ ഫോക്കസ് ഔട്ട് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലിപ്പിങ്സ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഈ വീഡിയോയിൽ. ആക്ച്വലി ഈ പാട്ട് ഞാൻ കട്ട് ചെയ്യാണ്ട് യൂട്യൂബിൽ കേട്ടത് കേട്ടോ. അപ്പം നല്ല എട്ടിൻ്റെ പണി കിട്ടി. കോപ്പിറൈറ്റ് വന്നുകൊണ്ട് രണ്ടാമത് എന്താ പറയുക പ്രൈവറ്റ് ആക്കി എഡിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഈ പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ. സോറി ഫോർ ദാറ്റ്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേൾക്കാൻ, പക്ഷേ വേറെ ഒരു നിവൃത്തിയില്ല. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വന്നുകൊണ്ട് ഞാൻ ഈ പാട്ട് ഇവിടെ ഡിലീറ്റ് ചെയ്യാണ്. അതിനുശേഷം 2 പെർഫോമൻസിന് ശേഷം ഡാൻഡിയ നൈറ്റ് ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ക്ലിപ്പിങ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡാൻഡിയ നൈറ്റിന് ശേഷം നമ്മളെ ചെറിയ ഡപ്പാങ്കൂത്ത് സ്റ്റൈൽ ഡാൻസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ ചെറിയ ക്ലിപ്പിങ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ അപ്പോൾ ഡാൻഡിയ നൈറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളെ അത്ര പരിചയമില്ല തോന്നുന്നല്ലേ? അത് ഞാൻ തന്നെയാണ് കേട്ടോ ഗൈസ്. അടിപൊളിയാക്കിയിട്ടില്ലേ? എനിക്കെന്നെ ഇപ്പോൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരിക. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ.
നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഡാൻഡിയ നൈറ്റിലെ പാട്ടൊക്കെ മാറിയിട്ട് ഡപ്പാങ്കോത്തിൽ ചിക്നി ചമ്മേലി എത്തിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. അതിൻ്റെ ഡാൻസാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഒരു അർമാദമായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഡാൻസും പാട്ടും എല്ലാം ആയിട്ട് ഡാൻഡിയ നൈറ്റ് പോയിട്ട് ഡപ്പാങ്കൂത്തായി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇപ്പം നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പാട്ട് ഏതാന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്നാലും ഒന്ന് ഗസ് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ഏതാ പാട്ട് എന്നുള്ളത്. അങ്ങനെ കളിച്ച് തളർന്നിതാ നമ്മളിതാ വൈൻഡപ്പ് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ എടുത്തൊരു വീഡിയോ കേട്ടോ. എന്നിട്ടും അവിടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഞാൻ വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടി ഇത് എൻ്റെ ടീമും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണം എന്നാണ് കേട്ടോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പം നമ്മളിത് വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മളെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.